ഇപ്പോൾ പേരാമ്പ്രയിലേക്ക് നമുക്കൊന്ന് പോകാം. അമിത വേഗത അപകടമുണ്ടാക്കിയ വാർത്ത നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒമേഗ ബസിന്റെ കഥയൊക്കെ അറിയാം. ഇപ്പോൾ പേരാമ്പ്രയിൽ ഇപ്പോൾ ബസ് തടയുകയാണ് നാട്ടുകാർ. കേസു ആണോ കുടിയുണ്ട്. പേരാമ്പ്രയിലാണ് പ്രേക്ഷകർ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അമിത വേഗതയിൽ ചീരിപ്പായുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ ഇപ്പോൾ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ ബസ് തടയുന്നത്. പേരാമ്പ്രയിൽ ബസ് തടയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അഭിജിത്തുണ്ട്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ് അഭിജിത്ത്. ഇപ്പോൾ ആരാണ് ബസ് തടയുന്നത്? ഇന്നലെ അമിത വേഗതയിൽ ബസ് പാഞ്ഞ് ജീവനെടുത്ത വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത് പേരാമ്പ്രയിൽ? അരുൺകുമാർ, ഇന്നലത്തേതിന് സമാനമായ സാഹചര്യമാണ് പേരാമ്പ്രയിൽ ഇന്നും കാണാനുള്ളത്. സ്വകാര്യ ബസ്സുകൾ തടയുമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു. അവിടെ വലിയ രീതിയിലുള്ള ഒരു അക്രമ സംഭവങ്ങളിലേക്കാണ് കാര്യം പോകുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും കോഴിക്കോടേക്ക് ഇപ്പോൾ അഭിജിത്തുണ്ട്. അഭിജിത്ത്, ഈ ഒമേഗ ബസിന്റെ ഡ്രൈവർ ആദം ഷാഫിയുടെ ലൈസൻസ് ഇന്നലെ MVD സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിപ്പോൾ ഇത് ഒമേഗ ബസ് അല്ലല്ലോ, വേറൊരു ബസ്സല്ലേ? എല്ലാ ബസ്സും തടയാനാണോ ഇവരുടെ തീരുമാനം? ഇത് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം? തീർച്ചയായും അരുൺകുമാർ, കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന എല്ലാ ബസ്സുകളും തടയുമെന്നാണ് യൂത്ത് കോൺഗ്രസ് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഈ അപകടമുണ്ടാക്കിയത് ഒമേഗ എന്ന ബസ്സാണ്. പക്ഷേ എല്ലാ ബസ്സുകളും ഈ രീതിയിൽ വലിയ വേഗത്തിൽ ഈ റൂട്ടിൽ കൂടി സർവീസ് നടത്തുന്നു. അത് ബാക്കിയുള്ള വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നു. കാൽനട യാത്രക്കാരുൾപ്പെടെ അപകടത്തിൽ മരിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഈ റൂട്ടിൽ കൂടി ഓടുന്ന എല്ലാ ബസ്സുകളും തടയുമെന്ന് ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ആ രീതിയിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് മുൻവശത്തേക്ക് എത്തി. സോൾമേറ്റ് എന്ന കോഴിക്കോടേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിട്ടുള്ളത്. പ്രവർത്തകർ ബസ്സിന്റെ ചാവി ഊരിയെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒപ്പം തന്നെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ കൊടി കെട്ടിയ വടി ഉപയോഗിച്ച് ബസ്സിനടിക്കുന്ന കാഴ്ചയും കണ്ടു. ഇന്നലെയും സമാനമായ രീതിയിലുള്ള ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നലെ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം DYFI മറ്റ് സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധവുമായി എത്തിയ സാഹചര്യത്തിൽ ഇന്നലെ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചിരുന്നു. ഇന്നും സമാനമായ സാഹചര്യമാണ്. ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല എന്ന് അറിയിച്ചതാണ്. പക്ഷേ അതിനിടയിലാണ് ഒരു ബസ് കോഴിക്കോടേക്ക് യാത്ര ആരംഭിച്ചത്. അതിനെ ഈ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇന്നും ബസ്സുകൾ തീർച്ചയായും ബസ് സർവീസ് തടയും. കാരണം ആളെ കൊല്ലുന്ന ക്രിമിനൽ സംഘത്തിന് കൂട്ടുനിൽക്കുകയാണ് പേരാമ്പ്രയിലെ പോലീസും ഉന്നത അധികാരികളും. ബസ് സർവീസ് സർവകക്ഷി യോഗത്തിൽ തീരുമാനമാകാതെ ഒരു കാരണവശാലും ഓടരുത് എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനമാണ്. ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന ഒരു കൂട്ടം ബസ് തൊഴിലാളികൾ ക്രിമിനലുകളാണ്. ആ ക്രിമിനലുകൾക്ക് എല്ലാ സാഹചര്യവും സാധ്യതയും ഒരുക്കാനാണ് ഇവിടുത്തെ അധികാരികളുടെ തീരുമാനമെങ്കിൽ നാട്ടുകാരും യൂത്ത് കോൺഗ്രസും ഇത് തടഞ്ഞു നിർത്തും. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ RTOയ്ക്ക് പോലീസിന് മാസപ്പടി നൽകുകയാണ്. ആ മാസപ്പടി RTOയും പോലീസും മാസപ്പടി വാങ്ങിക്കൊണ്ടാണ് ബസ് തൊഴിലാളികളായ ചില ക്രിമിനലുകൾ, അതായത് മുതലാളിമാരുടെ കയ്യിൽ നിന്നും റെന്റിന് ബസ് എടുത്തുകൊണ്ട് ഓടിക്കുകയാണ്. തങ്ങൾക്ക് എന്തായാലും പ്രശ്നമില്ല, നാട്ടുകാരെ ഞങ്ങൾ വെല്ലുവിളിക്കും, പൊതുജനങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കും. ഈ ബസ് തൊഴിലാളികളായ ചില ക്രിമിനലുകളോട് ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം. ഇനിയൊരു അമ്മയുടെയും ഒരു കുട്ടിയുടെയും ഒരു സാധാരണ പൗരൻ്റെയും കണ്ണുനീര് ഈ നാട്ടിൽ ബസ് അപകടത്തിൽ പൊലിയാൻ, അമിത വേഗത കാരണമുള്ള ബസ് അപകടത്തിൽ പൊലിയാൻ ഞങ്ങൾ അനുവദിക്കില്ല. യാത്രക്കാരല്ല പ്രശ്നം. നിങ്ങൾ ഈ റൂട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. അപകടകരമായതിൽ ബൈക്ക് യാത്രക്കാർക്ക് പോകാൻ സാധിക്കുന്നില്ല, കാർ യാത്രക്കാർക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ സമയത്തും ബസ് അപകടങ്ങളാണ്. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലല്ലാതെ മറ്റേതെങ്കിലും റൂട്ടിൽ ഇത്തരം നിരന്തരമായ ബസ് അപകടങ്ങളുണ്ടോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, 2 പേർ മരിച്ചു. ഒന്ന് കഴിഞ്ഞ ദിവസം മരിച്ചത്, അതിന് 2 മാസം മുമ്പ് ഒരു കുട്ടി മരിച്ചു ഡിഗ്നിറ്റി കോളേജിലെ. അതിനു മുന്നേ ഈ സ്റ്റാൻഡിൽ വെച്ച് കൂട്ടാളിടക്കാരിയായ ഒരു സ്ത്രീക്ക് മരണപ്പെട്ടു. അതിനു മുന്നേ എത്രയോ ആളുകൾ അംഗഭംഗം വന്ന് പരിക്കേറ്റ, അംഗവൈകല്യം സംഭവിച്ച എത്ര ആളുകളുണ്ടെന്നറിയോ? അവർക്കൊക്കെ ആര് നീതി കൊടുക്കും? ഇതിനൊരു തീരുമാനമാവണം.
ഇവിടെ എയ്ഡ് Okay. പോസ്റ്റുകളില്ല. കുറ്റ്യാടി എയ്ഡ് പോസ്റ്റ് ഇല്ല, പേരാമ്പ്ര എയ്ഡ് പോസ്റ്റ് ഇല്ല. കുറ്റ്യാടി അത് കഴിഞ്ഞ് ഇവിടെ കോഴിക്കോട് എയ്ഡ് പോസ്റ്റ് ഇല്ല, പേരാമ്പ്ര അപ്പോൾ ഇല്ല. റൂട്ടിൽ ഇപ്പോൾ സർവീസ് നടത്തുന്ന കോഴിക്കോടില്ല. ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്നലെ ഒമേഗ ബസ് ഇടിച്ചൊരു വിദ്യാർത്ഥിനി മരിച്ചത് വലിയ വേദനയുണ്ടാക്കിയിരുന്നു. ആ സംഭവത്തിൽ ആ ബസിന്റെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയും നമ്മൾ വൈകുന്നേരം കണ്ടു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. ആ റൂട്ടിലൂടെ എല്ലാ ബസ്സുകളും തടയുമെന്നാണ് യൂത്ത് കോൺഗ്രസുകാർ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബസ് പ്രതീകാത്മകമായി തടഞ്ഞിടുക, അതിലെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. തീർച്ചയായിട്ടും സ്വകാര്യ ബസ് ഉടമകളുടെ ബസിന്റെ ഈ മത്സര ഓട്ടവും മരണപ്പാച്ചിലും നമ്മൾ വലിയ വാർത്തയാക്കി മാറ്റുന്നുണ്ട്. നമ്മൾ പലയിടങ്ങളിൽ നിന്നും ആ വാർത്ത ഇന്ന് രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.